സുധീർ കരമന ഇപ്പോൾ AKG സെന്ററിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം A വിജയരാഘവനൊപ്പം M വിജയകുമാർ, A വിജയരാഘവൻ, A റഹീം എന്നിവർ അവിടെയുണ്ട്. സുധീർ കരമനയാണ് ഇടതു മുന്നണിയുടെ പൊതു സ്വതന്ത്രനായി തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുന്നത്. A വിജയരാഘവൻ സംസാരിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ മികച്ച സാംസ്കാരിക പ്രവർത്തകനും നടനുമായ ശ്രീ സുധീർ കരമനയെ നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ വലിയ ആകാംക്ഷയിലായിരുന്നു മാധ്യമ സുഹൃത്തുക്കളിൽ പലരും ആരായിരിക്കും ഈ സ്ഥാനാർത്ഥി എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ നഗരത്തിൻ്റെ സാംസ്കാരിക ധാരയുമായും ഈ നഗരം കാത്തു സൂക്ഷിച്ചു വന്ന നന്മയുടെ മഹാപൈതൃകങ്ങളുടെയും ഒരു പ്രതിനിധിയെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുന്നത്. തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ മഹാനഗരത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക് സഹായകരമായ നേതൃത്വപരമായ ചുമതലകൾ നിർവഹിക്കാൻ പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ നഗരവും നഗരത്തിലെ ജനങ്ങളും അദ്ദേഹത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമെന്നത് നിസ്തർക്കമാണ്. ഇടതുപക്ഷ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങളെയും കേരളം ഇന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു നന്മയെയും വളർച്ചയും ആധാരമാക്കി മുൻകൈയെടുത്ത് പ്രാവർത്തികമാക്കുന്ന വികസന പ്രവർത്തനങ്ങളെയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ വിജയ സാരഥികളിൽ ഒരാളായി നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനാകുമെന്ന പൂർണ്ണ വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാവണമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ തവണ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ശ്രീ ആന്റണി രാജു ഇവിടെ മത്സരിക്കുകയും വിജയിക്കുകയും നമ്മുടെ മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തിരുന്നു. എന്നാൽ നിയമപരമായ ചില സാങ്കേതികതകൾ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ആകെ ചർച്ച ചെയ്തു, മുന്നണിക്കകത്ത് ചർച്ച ചെയ്യുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർട്ടികൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും മികച്ച ഒരു പൊതു സ്വതന്ത്രനെ നിർത്തുന്നതാണ്. ഇപ്പോൾ വന്ന പൊതുമാറ്റങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് LDF ജയിക്കും എന്ന് ഉറപ്പാക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മത്സരിക്കുകയാണ് നല്ലത് എന്നുള്ള പൊതു അഭിപ്രായം രൂപീകരിക്കപ്പെടുകയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.